ആ 3 പേരെ മിസ് ചെയ്യും. ബിഗ് ബോസിൽ അനുമോളുമായി ലവ് ട്രാക്ക് ആയിരുന്നോ? പ്രവീൺ പറയുന്നു. വൈൽഡ് കാർഡിലൂടെ ബിഗ് ബോസിലെത്തിയ പ്രവീൺ കഴിഞ്ഞ ദിവസം ബി ഹൗസിൽ നിന്ന് പുറത്തു പോയിരുന്നു. വീട്ടിൽ താൻ മിസ് ചെയ്യുന്നവരെക്കുറിച്ചും അനുമോളുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും പ്രവീൺ പറയുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ അനീഷിന് ശേഷം കോമണറായി എത്തിയ മത്സരാർത്ഥിയാണ് പ്രവീൺ. വൈൽഡ് കാർഡിലൂടെ ബിഗ് ബോസിലെത്തിയ പ്രവീൺ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. ബിഗ് ബോസ് 42-ാം ദിനത്തിൽ പ്രവീൺ എവിക്ട് ആയിപ്പോയത് പ്രവീണിനെ മാത്രമല്ല കൂടിയുള്ള മത്സരാർത്ഥികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മറ്റുള്ളവരുമായി സൗഹൃദത്തിലായ മത്സരാർത്ഥി കൂടിയാണ് പ്രവീൺ. ബിഗ് ബോസിൽ ചിലരെയൊക്കെ മിസ് ചെയ്യും എന്നും പറയുന്നു. അതിൽ പ്രധാനമാണ് അനുമോളുമായുള്ള സൗഹൃദം. ബിഗ് ബോസിൽ ആരെയാവും മിസ് ചെയ്യുന്നതെന്ന് പ്രവീണിനോട് ചോദിച്ചാൽ ആദില, അനുമോൾ, നെവിൻ എന്നാകും പ്രവീണിന്റെ മറുപടി. വിമാനത്താവളത്തിൽ തനിക്ക് ചുറ്റും കൂടിയ പാപ്പരാസികളുടെ ചോദ്യത്തോടായിരുന്നു പ്രവീണിന്റെ മറുപടി. ബിഗ് ബോസിലെ അനുമോളുമായുള്ള ലവ് ട്രാക്കിനെ കുറിച്ചും പാപ്പരാസികൾ പ്രവീണിനോട് ചോദിച്ചു. തനിക്കവിടെ ലവ് ട്രാക്കൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ് പ്രവീൺ അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അനുമോൾ തന്റെ അടുത്ത സുഹൃത്താണെന്നും പ്രവീൺ തുറന്നു പറയുകയായിരുന്നു. അനുമോളുമായി എനിക്കൊരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട്. കാരണം ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങൾ നല്ലപോലെ സംസാരിക്കുമായിരുന്നു. ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്തിരുന്നു. അതെങ്ങനെ പുറത്തു വരുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിപ്പോൾ ഫോൺ കിട്ടിയതേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്കിപ്പോൾ നോക്കണം. ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടില്ല. ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ എവിക്റ്റായി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഭയങ്കരമായി എനിക്ക് വിഷമം വന്നിരുന്നു, പ്രവീൺ പറഞ്ഞു. അതേസമയം ബിഗ് ബോസ് ഹൗസിൽ ആരൗട്ടായാലും അനുമോൾ കരയാറില്ലേ എന്നും അതൊരു ഡ്രാമ മാത്രമല്ലേ പപ്പരാസികൾ പ്രവീണിനോട് ചോദിച്ചു. ഇതിനും പ്രവീണിന്റെ കയ്യിൽ ഉത്തരമുണ്ട്. പ്രവീൺ പാപ്പരാസികൾക്ക് വ്യക്തമായി മറുപടി നൽകുകയായിരുന്നു. എല്ലാവരും ഔട്ടാകുമ്പോൾ അനുമോൾ കരയുന്നത് ഡ്രാമ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അനുമോൾ ജെനുവിനായി നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അനുമോളെ ഞാൻ വെനമോളെ എന്നാണ് വിളിക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒക്കെ വിഷം ചീറ്റുമെങ്കിലും എനിക്ക് ഭയങ്കരമായ ഫ്രണ്ടായിട്ടാണ് തോന്നിയിട്ടുള്ളതെന്നും പ്രവീൺ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതായാലും അനുമോളുടെ ബാക്കിയുള്ള ഗെയിമിനെ പറ്റിയും പ്രവീണിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയും ചിന്തിക്കാതെ നമുക്കിരിക്കാം. അപ്പോൾ ഏതായാലും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിർത്താം.